ഏറെ കൊതിച്ചതിനെ ഏറെ വേഗം തട്ടിയെടുക്കുന്ന കാലത്തിൻ്റെ ക്രൂരത വീണ്ടും. പ്രിയപ്പെട്ട കൊച്ചയ്യപ്പന് വിട. പൊതുവെ ചെറുപ്രായത്തിൽ വനം വകുപ്പിന് ലഭിക്കുന്ന ആനക്കുട്ടികൾ അതിജീവിക്കുക എന്നത് ഏറെക്കുറെ അസാധ്യം തന്നെയാണ്. ഏതെങ്കിലും രീതിയിൽ അത്തരത്തിൽ ജീവിക്കുന്ന ആനകൾ ഒരു നല്ല കാലഘട്ടം വനം വകുപ്പിന് മുതൽക്കൂട്ടായി മാറാറുമുണ്ട്. അത്തരത്തിൽ ഭാവിയിലേക്കുള്ള വലിയ പ്രതീക്ഷയായി ഉയർന്നു വന്നവൻ ചുരുക്കം കാലം കൊണ്ട് ഏറെ പ്രിയപ്പെട്ടവനായി മാറിയ കോന്നി കൊച്ചയ്യപ്പനും വിടവാങ്ങുകയായി. അതെ, ഇനി കൊച്ചയ്യപ്പനില്ല. പത്തനംതിട്ട കോന്നി ആനക്കൂട്ടിലെ 4 വയസ്സുകാരൻ പൊന്നോമന കൊച്ചയ്യപ്പൻ ചരിഞ്ഞു. മരണകാരണം ഇതുവരെ അറിയാൻ സാധിച്ചിട്ടില്ല. തലകുലിക്കുള്ള നടത്തവും കൊഞ്ചലും ഇനി ഓർമ്മകളിൽ മാത്രം. കോന്നിയിലേക്ക് വരുന്ന ഒരു കൂട്ടം ജനതയുടെ മുൻഗണനയിൽ ഒന്നായിരുന്ന കൊച്ചയ്യപ്പൻ എന്ന കുട്ടിക്കൊമ്പൻ റാന്നി ഫോറസ്റ്റ് ഡിവിഷനിൽ ഗൂഡഗ്രൈൽ റേഞ്ചിൽ കിളിയറിത്താൻകല്ല് ജനവാസ മേഖലയിൽ നിന്ന് 2021 ഒക്ടോബർ 19 വനപാലകർ ലക്ഷണമൊത്ത കുട്ടിക്കൊമ്പനെ കിട്ടുന്നത്. കനത്ത മഴയിൽ കൂട്ടം തെറ്റിയ കുട്ടിക്കൊമ്പൻ കക്കാട്ടാറിന്റെ തീരത്തുകൂടി കിളിയറിത്താൻകല്ലിൽ പ്രദേശത്ത് രാവിലെ പ്രത്യക്ഷപ്പെടുകയായിരുന്നു. അങ്ങനെ ആ കുട്ടിക്കൊമ്പനെ അവർ കൂട്ടിലെത്തിച്ചു. കൊച്ചയ്യപ്പൻ എന്ന പേരുമിട്ടു. പിന്നീട് ആനക്കുട്ടിയെ കാണാൻ കോന്നിയിൽ ആരാധകരുടെ തിക്കും തിരക്കുമായി. അതെല്ലാം ഇനി ഓർമ്മകൾ. ആനപ്രേമികൾക്കും അതിലുപരി കൊച്ചയ്യപ്പൻ്റെ ആരാധകർക്കും കണ്ണീരോർമ്മകൾ സമ്മാനിച്ചാണ് കുട്ടിക്കൊമ്പൻ വിടവാങ്ങിയത്. കൊച്ചയ്യപ്പന് 1000 കണ്ണുനീർ പൂക്കൾ.